എങ്ങനെയുണ്ട്? ചൂടാണ്. അയ്യോ, ഞാൻ തിന്നു നോക്കാം. അപ്പോൾ വേറൊരാളും കൂടി ഇവിടെ ഏത്തക്കാപ്പത്തിൻ്റെ മണം അടിച്ച് വന്ന് നിൽപ്പുണ്ട്. കാണിക്കാവേ. ടെൻഡടേ. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇവിടെ മഴയാണ്. അപ്പം രാവിലെ അച്ഛൻ വഴി പോയിട്ട് വന്നപ്പം കുറച്ച് എന്താ മേടിച്ചിട്ട് വന്നേ? ഐസ്ക്രീം അല്ല, ഏത്തയ്ക്ക. അപ്പം ആൾക്കുട്ടിക്ക് അതുകൊണ്ട് ഏത്തയ്ക്കാപ്പം വേണമെന്ന് പറഞ്ഞ് അപ്പം ഞങ്ങൾ അത് ഉണ്ടാക്കാൻ പോവുകയാണ്. എന്നതാ ഉണ്ടാക്കാൻ പോകുന്നത്? ഏത്തയ്ക്കാപ്പം. എൻ്റെ മഴ കാണിച്ചു തരാവേ. ഇതുണ്ട്, പുറത്ത് മഴയാണ്. എന്ന് വെച്ചാൽ ഇപ്പം പെയ്യുന്നത് നിന്ന് തുള്ളി തുള്ളിയായിട്ട് പെയ്യുന്നുണ്ട്. നാളുകുട്ടി മഴയൊക്കെ പെയ്തിരിക്കുക. ഓ, അവനോട് ഭയങ്കര സ്നേഹം. അപ്പം ഞങ്ങൾ ഏത്തക്കാപ്പം ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പം വേണ്ട, നല്ല പഴുത്ത പഴമാണ്. അപ്പത്തേന് മൈദയല്ല, അരിപ്പൊടി. സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് എന്താ പുട്ടോ വല്ലതും ഉണ്ടാക്കിയിട്ട് പഴം അതിൻ്റെ കൂടെ കഴിക്കാനായിരിക്കും. പക്ഷെ മാളൂന് എന്താണെങ്കിലും ഏത്തയ്ക്കാപ്പം വേണമെന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കിക്കൊണ്ട് ഞാൻ ഉണ്ടാക്കാമെന്ന് വെച്ചാൽ മൈദയിലാണ് സാധാരണ ഉണ്ടാക്കേണ്ടത്. അപ്പോൾ അച്ഛൻ പറഞ്ഞ അരിപ്പൊടി ഉണ്ടാക്കിയാലും കുഴപ്പമില്ല, നമുക്ക് ചുമ്മാ കഴിക്കാമല്ലോ. നമുക്ക് ഉണ്ടാക്കി നോക്കാം എങ്ങനെയുണ്ട്, മയം കിട്ടുമോ ഇല്ലയോ എന്നൊക്കെ. അപ്പോൾ ഈ ഒരു പഴം എടുത്തിട്ട് നമുക്ക് ഇതെടുത്തിട്ട് കത്തിയൊന്നും കണ്ടിട്ട് ആരും ഒന്നും വിചാരിക്കില്ലേ. നല്ല കത്തി കേട്ടോ, അത് ഈ ഫോണിൽ കാണുന്നുണ്ടാ. ഇങ്ങനെ വെച്ചിട്ട് ഇതൊന്നും കൂടി ഇങ്ങനെ മുറിക്കാം. അപ്പോൾ ഒത്തിരി ഉള്ള പോലെ തോന്നിക്കും. ഇങ്ങനെ എല്ലാം മുറിക്കട്ടെ. പാറ നിൽപ്പുണ്ട് ഗൈസ്, കൊതിച്ച് പാറോ. വേണ്ടേ, മാള് പറഞ്ഞിട്ടുണ്ടാക്കുന്ന വേണ്ട ഇത്രയും അപ്പം നമ്മൾ ആക്കിയിട്ടുണ്ടേ. ഇനി നമുക്കിതിനുള്ള മാവ് റെഡിയാക്കാം. നമുക്ക് എത്ര വേണോ അത്രയും പൊടി എടുക്കണേ. ഇത് കുറച്ചുള്ളതുകൊണ്ട് ഇത് മതിയായിരിക്കും. നോക്കാം. മഞ്ഞൾപ്പൊടി അല്പം, അതൊരു നല്ല മഞ്ഞ കളർ ഇച്ചിരി കിട്ടാൻ വേണ്ടിയിട്ട്. കുറച്ച് പഞ്ചസാരയെ, ഇനി എള്ളൊക്കെ ഇടുവേ. എള്ളിടുന്നത് നല്ലതാണ്, നമുക്ക് എള്ളില്ലാത്തതുകൊണ്ട് ഇപ്പോൾ ഇടുന്നില്ല. ഉപ്പ്, അത് ഈ മധുരമൊക്കെ ഇങ്ങനെ ബാലൻസ് ചെയ്ത് നിൽക്കാൻ വേണ്ടി. ഇനി ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കുക. ഞാൻ കൈ കൊണ്ടേ കുഴയ്ക്കാറുള്ളേ, കൈയൊക്കെ നല്ല കഴുകിയിട്ടാട്ടോ. കൈ കൊണ്ടാണേ കുഴയ്ക്കുന്നത്, ആരും ഒന്നും വിചാരിക്കരുത്. ഇതിലൊരു ശകലം മാറ്റം വരുത്തുവാണേ. കുഴച്ച് വന്നപ്പോൾ ഇങ്ങനെ ഒരു നല്ല വെള്ളം പോലെ തോന്നി. അപ്പോൾ ഓർത്ത് ഇച്ചിരി ഗോതമ്പ് പൊടി ഇരിപ്പുണ്ട്, എന്നാൽ അതും കൂടി ഒന്ന് ഇട്ടേക്കാന്ന് വിചാരിച്ച്. നമുക്ക് നോക്കാം അങ്ങനെയുണ്ടെന്ന്. അപ്പോൾ തന്നെ ഈ ഒരു പരുവത്തിന് മതി. ഇതാണ് ഇത് നല്ല പാകം. ഇത് നമുക്ക് എന്താ അടുപ്പയിലാണ് ഉണ്ടാക്കാൻ പോവാവേ. റെസ്റ്റ് ഇത് ഈ മാവ് കുഴച്ചിട്ട് റെസ്റ്റൊക്കെ ചെയ്യണം. പക്ഷെ നമ്മൾ അതിനൊന്നും വെയിറ്റ് ചെയ്യുന്നില്ല, കാരണം എല്ലാവർക്കും ഇത് കഴിക്കാൻ കൊതിയായിട്ട് നിൽക്കുക. കൊതിയെന്ന് പറയാൻ നമ്മൾ ഈ ചട്ടിയാണ് വെക്കുന്നത്. ഇത് സത്യം പറഞ്ഞാൽ ഗ്യാസേ വെക്കണ്ട, നമ്മൾ അടുപ്പേ വെച്ച് ഈ പരുവായി. ഇത് തന്നെ അങ്ങോട്ട് വെക്കുക. നമ്മളിങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ മാവിൽ മുക്കണം. എനിക്ക് 2-3 എടുത്തില്ലാവേ, അത് എളുപ്പമുണ്ട്. ഇങ്ങനെ പരത്താവേ. അയ്യോ, അപ്പം ഞാൻ മറിച്ചിട്ടായിരുന്നേ, അതൊന്നും എടുക്കാൻ പറ്റിയില്ല വീഡിയോ. ഏകദേശം ആയി വന്നിട്ടുണ്ട്. പുറത്ത് മഴയും അകത്ത് നല്ല ചൂടുള്ള ഏത്തയ്ക്കാപ്പവും. അയ്യോ, ഇതന്നെ മറിക്കാൻ പറ്റാത്ത. മാളുസേ, ഇത് മറിക്കാൻ പറ്റുന്നില്ല മാളു.
തിന്നു നോക്കും. അപ്പോൾ വേറൊരാളും കൂടി ഇവിടെ ഏത്തയ്ക്കാപ്പത്തിൻ്റെ മണം അടിച്ച് വന്ന് നിൽപ്പുണ്ട്. കാണിക്കാവേ. തെണ്ടടേ, ഞങ്ങളുടെ അപ്പുക്കുട്ടൻ വന്ന് നിൽപ്പുണ്ട്. ഇതാരാ? ഉറക്കമെല്ലാം കഴിഞ്ഞ് എഴുന്നേറ്റ് വന്നു. ഞങ്ങൾ ഏത്തയ്ക്കാപ്പം കഴിക്കാൻ പോവാന്. നാട് ചേച്ചി. അപ്പോൾ ഇതെല്ലാം ഒന്ന് ആയിക്കഴിഞ്ഞ് കാണിക്കാവേ. അപ്പോൾ ഒരാൾക്ക് ഇപ്പം തന്നെ വേണമെന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കിയപ്പോൾ ഞാൻ കൊടുത്തേ. ചൂടല്ലേ കുഞ്ഞേ? അമ്മ തരാം. അയ്യോ, കഴിച്ചോ? ഇങ്ങോട്ട് നോക്കിയേ, എങ്ങനെയുണ്ട്? ചൂടാണ്. അയ്യോ, ഹായ് ഹായ് വേണിക്കടാ, ഹായ്. അപ്പം നമ്മുടെ ഏത്തയ്ക്കാപ്പം ഫുള്ളായിട്ടുണ്ട്. ഇത്രയാണ് ഉണ്ടാക്കിയത്. 1-2 ഇച്ചിരി കരിഞ്ഞു പോയിട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല, കഴിക്കാം. അപ്പം ഞാനും ഒരെണ്ണം കഴിക്കാം.